വസല്ലമ തങ്ങളെ പേരിലുള്ള സ്വലാത്തുകൾ ചൊല്ലുന്നതായ മജ്ലിസ് കാണും. ആ കാണുന്നതായ സമയത്ത് ആ മജ്ലിസിൽ ആ മലക്കുകളൊക്കെ പങ്കാളികളാവുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെതായ മലക്കുകൾ ആ മജ്ലിസിൽ പങ്കാളികളാവുകയാണ്. എന്നിട്ട് ആ മജ്ലിസിലേക്ക് ആ മജ്ലിസിൽ സംബന്ധിച്ചതായ മലക്കുകൾ മറ്റുള്ളതായ മലക്കുകളെയൊക്കെ വിവരമറിയിച്ചുകൊണ്ട് ഒരുപാട് മലക്കുകൾ ഒരുമിച്ച് കൂടുകയാണ്. അങ്ങനെ കൂടി കൂടി ആകാശം വരെ മലക്കുകൾ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ. ആകാശത്തിന്റെ ചുവട്ടിൽ ഇത്രയും പുണ്യമാക്കപ്പെട്ടതായ ഒരു സദസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവാചകരായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതോ നോവൽ വായിച്ച് പറയുകയല്ല. നമുക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന ഈ ദിക്റിന്റെതായ മജ്ലിസ്, ആ മജ്ലിസിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും സംഗമിച്ചുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നാം അങ്ങ് പറയുന്നതായ സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിൻ്റെതായ മലക്കുകൾ ഉള്ള തികച്ചും ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു മജ്ലിസാണ് ഈ മജ്ലിസ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപാട് മഹത്വമുണ്ട്. അതേ പ്രകാരം ഇൽമിനെ പറയുന്നതായ മജ്ലിസ്. ഇന്ന് പല ആളുകളും പല വിഷയങ്ങൾക്ക് വേണ്ടിയും സമയം കണ്ടെത്തുന്നുവെങ്കിൽ ഇന്ന് ഇൽമിനെ പഠിക്കുന്ന മജ്ലിസ്, പള്ളി ദർസുകൾ, അറബി കോളേജ്, എന്താണ് അവർക്ക് ജോലിയുള്ളത്? അവർ ഇൽമിനെ പഠിക്കുന്നു. എന്തുകൊണ്ടാണ് മഹാരഥന്മാരായ ആളുകളൊക്കെ, മഹാന്മാരായതായ ആളുകളൊക്കെയും കൂടുതൽ സമയം ഇൽമിനെ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖുൽ റബ്ബി സിദ്നി ഇൽമാ. നബിയെ തങ്ങൾ പറഞ്ഞേക്കണം, റബ്ബി സിദ്നി ഇൽമാ, പടച്ചവനെ നീ എനിക്ക് ഇൽമിനെ യാസ്തിയാക്കി തരണം, ഇൽമിനെ എനിക്ക് ഏറ്റിത്തരണം തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പ്രവാചകരായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അറിയുക? നമുക്കൊന്നും തന്നെ അറിയുകയില്ല. യഥാർത്ഥത്തിൽ നാം ഇന്ന് പല വഴികളിലേക്കും സഞ്ചരിച്ചു നോക്കുന്നതായ സമയത്ത് ഒരുപാട് തോന്നിവാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം തോന്നിവാസം, വേണ്ടാത്തരം, ഒരു തന്നെ ഇസ്ലാം അനുവദിക്കാത്ത, ശറഅ അനുവദിക്കാത്തതായ ഒരുപാട് കാര്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്ന ഇൽമ് നമ്മുടെ ഖൽബിൽ കടന്നിട്ടില്ല. ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ തുബ്നാ ഇലല്ലാഹി, ആമന്നാ ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഞങ്ങൾ ഇതാ അല്ലാഹു തആലയെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനം കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മുടേതായ നാവ് കൊണ്ട് പറയുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്ത് നടക്കാൻ പോകുന്നതായ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഖൽബിൽ നിന്ന് എടുത്തു കളയപ്പെട്ടത് കൊണ്ടാണ് ഒരുപാട് തോന്നിവാസങ്ങൾ ഇന്ന് നടക്കാനുള്ളതായ കാരണം. അതുകൊണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, പ്രവാചകരെ പരിചയപ്പെടുത്തുന്ന, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സദസ്സുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് എത്രയോ പ്രചോദനം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രവാചകരായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും സ്വഹാബാക്കൾ ഒരു മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെയുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട പ്രവാചകരായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ആ കാണുന്ന അസ്റായീൽ നബി അലൈഹിസ്സലാം കണ്ട് സംസാരിച്ചു കൊണ്ട് പോവുകയാണ്. ആ പോകുന്നതായ സമയത്ത് അസ്റായീൽ അലൈഹിസ്സലാം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, ഞാൻ ഇതാ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ രണ്ടാമതിലെ മജ്ലിസിലേക്ക് തിരിച്ചു വരും. എന്തിനാണ് വരുന്നത്? നിങ്ങളെ കൂട്ടത്തിലുള്ളതായ
ആ ഒരു വ്യക്തിയുടേതായ റൂഹ് പിടിക്കാൻ വേണ്ടി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇതാ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരികയാണ്. ആ വരുന്നതായ സമയത്ത് ഞാൻ ഇവിടുന്ന് പോയതിനുടനെ തന്നെ ആ മനുഷ്യനോട് നബിയെ തങ്ങൾ നിന്റേതായ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിലാകുന്ന ഞാൻ വരുമെന്നുള്ളതായ വിവരം ആ മനുഷ്യനോട് നബിയെ തങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഓടുകയാണ്. ആ പോയതായ ഉടനെ ആ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, നീ ഇവിടെ ദുനിയാവിൽ ഒരേ 1 മണിക്കൂർ മാത്രമാണ് എനിക്ക് സമയമുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ നിന്റേതായ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് 1 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ എന്നുള്ളതായ വിവരം ആ സ്വഹാബിയെ വിളിച്ച് പറഞ്ഞതായ സമയത്ത് ആ സ്വഹാബി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് ഈ ദുനിയാവിൽ 1 മണിക്കൂർ മാത്രമാണല്ലോ സമയമുള്ളത്. എന്നാൽ ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ ഞാൻ എന്തൊരു കാര്യമാണ് നബിയെ ചെയ്യേണ്ടത്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന ആ മസ്ജിദുൻ നബവിയിൽ വെച്ചുകൊണ്ട് അവിടെ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് സമയം കഴിച്ചു കൂട്ടാം. അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതിക്കൊണ്ട് സമയം കളയാം. പല രൂപത്തിലും ചെലവഴിക്കാവുന്നതാണ്. അതേ പ്രകാരം അള്ളാഹുവിന് സുജൂദിലായി കിടക്കാം. എല്ലാവരും ചിന്തിക്കുകയാണ്, ഈ 1 മണിക്കൂർ മാത്രം സമയമുള്ളപ്പോൾ ഈ മനുഷ്യനോട്, ഈ സ്വഹാബിയോട് എന്തായിരിക്കും അള്ളാഹുവിന്റെ റസൂല് മറുപടി പറയുക? അതേ സമയത്തിൽ പ്രവാചകർ പറയുകയാണ്, അല്ലയോ മനുഷ്യ, നീ 1 മണിക്കൂറല്ലേ നിനക്ക് ദുനിയാവിൽ സമയമുള്ളത്. ഈ 1 മണിക്കൂർ നീ ഇൽമിനെ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. ഇൽമ് പഠിച്ചു പ്രവർത്തിക്കാൻ ഇവിടെ സമയമില്ല. ഇവിടെ അള്ളാഹുവിന്റെ ഭവനമാകുന്ന പള്ളിയിൽ നീ നിസ്കാരം നിർവഹിച്ചോ, സുജൂദിലായി കിടന്നോ, ഖുർആൻ പാരായണം ചെയ്തോ എന്നൊന്നും പറയാതെ ഇൽമിനെ പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എന്നല്ല പ്രവാചകർ പറഞ്ഞില്ലേ, വതഅല്ലുമുൽ ലിൽബാബി മിൻ ഇൽമിൻ ലഹു ഫളിലുൻ അലാ മിഅതി റുകൈഅതി നാഫില. ഒരു മനുഷ്യൻ ശർഈയായതായ ഇൽമിൽ നിന്ന് 1 ബാബ് പഠിക്കുക എന്ന് പറയുന്നു, 1 പാഠം പഠിക്കുക എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ വുളു, ആ വുളുവിൻ്റെതായ ഫർളുകൾ 6 ആകുന്നു. 1 നിയ്യത്ത്, 2 മുഖം കഴുകൽ, 3 2 കൈമുട്ടോടുകൂടെ കഴുകൽ, 4 തലയിൽ നിന്ന് അല്പം തടവൽ, 5 2 കാലും എരിയാണി ഉൾപ്പെടെ കഴുകൽ, 6 തർത്തീബ്. ഇതൊരു പാഠമാണ്. ഇത് ശർഈയായ ഇൽമിന്റെ ഒരു പാഠമാണ്. ആ നിലക്ക് 1.5 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റുന്നതായ ഒരു ശർഈയായ ഇൽമ് പഠിക്കുക എന്ന് പറയുന്നത് 100 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇൽമിനെ പഠിക്കുന്നതിന് കൊടുക്കുകയാണ്. ഒരു പാഠം പഠിക്കുക അത്രയും പുണ്യമാക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നാം പഠിക്കുന്നതും മജ്ലിസിൽ ഇരിക്കുന്നതും പുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കും.